ഏതായാലും നമുക്ക് വളരെ വേഗത്തിൽ കാസർഗോട്ടേക്ക് കൂടി പോകാം. കാസർഗോഡ് നിന്ന് സിജു കണ്ണൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം കാസർഗോഡ് എന്താണ് ഒരു സാധ്യത, പ്രവചനങ്ങൾ, പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണെന്ന്. സിജു, ഗുഡ് മോർണിംഗ്. എന്താണ് കാസർഗോട്ടെ എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്? പ്രതീക്ഷകൾ, ആത്മവിശ്വാസം മുന്നണികൾക്ക് എങ്ങനെയാണ്? അന്തിമ കണക്കുകൂട്ടലുകളിൽ അവർ നമ്മളോട് പറയുന്നത് എന്താണ് സിജു? മനു, കാസർഗോഡിനെ സംബന്ധിച്ച് ഇന്നലെ പോളിംഗ് അവസാനിക്കുന്ന മണിക്കൂറുകളിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പോളിംഗ് ശതമാനം കുറവാണ്. 2% പോളിംഗ് ശതമാനം 2020-നേക്കാൾ കുറവാണ്. 74.89% ഏറ്റവും ഒടുവിൽ ഏറ്റവും രാത്രിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്ക്. 2020-ൽ 77.24% പോളിംഗ്. ജില്ലയിൽ 8,32,894 പേർ വോട്ട് ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കിൽ പറയുന്നത്. 2 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. മുനിസിപ്പാലിറ്റികൾ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ കുറവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. 3 മുതൽ 4% വരെ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാഞ്ഞങ്ങാട് 74.3% ഇത്തവണത്തെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാസർഗോഡ് ഏറ്റവും കുറവ് 67.99%. കാസർഗോഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. UDFന് വളരെ ശക്തമായ മേൽക്കൈയുള്ള ഒരു മേഖലയാണ് കാസർഗോഡ് നഗരസഭ. അവിടെ വലിയ കുറവ് പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്നു. 3% പോളിംഗ് ആണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. നീലേശ്വരത്താണെങ്കിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിൽ താരതമ്യേന വലിയ പ്രശ്നങ്ങളില്ലാതെ ജില്ലയിലെ തന്നെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. 78.36% നീലേശ്വരം നഗരസഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോഴും വലിയ കുറവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാറടുക്കയിൽ 78.74%, കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറവുണ്ട്. പരപ്പയിൽ 75.57%, കഴിഞ്ഞ തവണത്തേക്കാൾ 4% കുറവ് വരുന്നുണ്ട്. കാഞ്ഞങ്ങാട് 75.43%, കഴിഞ്ഞ തവണ 77% പോളിംഗ് ആയിരുന്നു. മഞ്ചേശ്വരത്ത് 71.37%, കഴിഞ്ഞ തവണ 73.63%. നീലേശ്വരത്ത് എത്തുമ്പോൾ 80% പോളിംഗ് നീലേശ്വരം കടന്നു. ആകെ 80% പോളിംഗ് കടന്ന ഒരേ ഒരു ബ്ലോക്ക് മാത്രമേ ഉള്ളൂ, അത് നീലേശ്വരമാണ്. 82.08% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. കാസർഗോഡ് എത്തുമ്പോൾ 71.62% ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ 1%-ലധികം കുറവ്, 72.9% കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. മനു, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. അവസാന മണിക്കൂറുകളാണ്. ഈ മണിക്കൂറുകളിൽ വോട്ട് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കൊണ്ട് മുന്നണികൾ പ്രതീക്ഷയർപ്പിക്കുകയാണ്. LDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് കാസർഗോഡ് ജില്ല നൽകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ സ്ഥാനാർത്ഥികളെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നണിക്കകത്ത് പോലും ഒരു പ്രശ്നങ്ങളുമില്ലാതെ, സീറ്റ് വിഭജനത്തിൽ പോലും പ്രശ്നങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് അത് സീറ്റ് നിർണ്ണയമെല്ലാം തന്നെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രധാനമായും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ 9.5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ തന്നെയാണ് ഉയർത്തിക്കാണിച്ചത്. ഏറ്റവും വൊട്ടുവണ്ടി യാത്ര വന്നപ്പോൾ കണ്ടതാണ്. നമ്മുടെ ദേശീയപാത ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെതായി എടുത്തു പറയാനുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു വരുന്നത് ഈ കാസർഗോഡ് വഴിയാണ്. അങ്ങനെ നിരവധി വലിയ വികസന പ്രവർത്തനങ്ങൾ, നാട്ടിലെ അടിസ്ഥാന സൗകര്യ മേഖലയിലുണ്ടായ വികസനങ്ങൾ, അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഏറ്റവും ഒടുവിൽ പെൻഷൻ 2,000 രൂപയായി വർദ്ധിപ്പിച്ചതും സ്ത്രീ സുരക്ഷാ പെൻഷൻ 1,000 രൂപ നൽകുന്നതുമെല്ലാം തന്നെ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു LDFന്റെ പ്രചരണം. വിവാദങ്ങളുടെ ചുവട് പിടിച്ച് നിൽക്കുന്ന UDFനെയും BJPയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഏതായാലും പോളിംഗ് ശതമാനം കാസർഗോഡ് കുറഞ്ഞത് അത് ഏത് വിധത്തിൽ ബാധിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും LDFനെ സംബന്ധിച്ച് ഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ആശങ്കകളില്ല. അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത്. വിവരങ്ങളാണ് സിജു നൽകിയത്.